ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ മൂന്നാം സന്ധ്യാസമയം വീണ്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രത്യേകിച്ച് ഇന്ന് സന്ധ്യാസമയം ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് കടന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബൈജു, അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഈ സമയത്തിൽ അറിയിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രേഷ്ഠമായ ദൈവിക ദൂതുകൾ കേട്ട് ബലപ്പെടുവാനായിട്ട് ദൈവമേ സഹായിച്ചുവല്ലോ. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അതിലാഴമായി ഇറങ്ങിച്ചെന്നത് പ്രസ്താവിപ്പാനായിട്ട് ബലപ്പെടുത്തി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയം നമുക്ക് വളരെ പ്രാർത്ഥനയുണ്ടായിരിക്കും. സമയം നമ്മുടെ മുമ്പിൽ പരിമിതമാണല്ലോ. തുറന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബൈജുവിനെ ക്ഷണിച്ചു കൊള്ളുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം നമുക്കൊരുമിച്ച് ദൈവവചനത്തിന് മുമ്പിലൊക്കെ ആയിരിക്കാൻ കർത്താവ് അവസരം തന്നു. ഈ സന്ധ്യയിലും വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെയാണ് ദൈവവചനം ശ്രവിപ്പാനായി നിങ്ങൾ കടന്നു വന്നിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് കർത്തൃപാദപീഠത്തിലായിരിക്കാം. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ട ദൈവജനത്തെയും ഓർത്ത് കർത്താവിന് മഹത്വം കരേറ്റുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ, വളരെ താല്പര്യത്തോടെ, വളരെ ഉത്സാഹത്തോടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ പകൽ ശക്തമായി ആരാധിപ്പാനും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ കേട്ട് ബലപ്പെടുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ഈ രാത്രി ശാന്തമായ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യവും അവസരവുമുണ്ട്. അത് അതുപോലെ വിനിയോഗിപ്പാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ നാം ധ്യാനിക്കാൻ പോകുന്നത്. സ്തോത്രം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. സ്തോത്രം. വാക്യം നിങ്ങൾ ഒരാവർത്തിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ച്. പിന്നെ യഹോവ ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവയോട് ശക്തമായൊരു ദൂത് ദൈവം പറയുക. എന്താ പറയുന്നേ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടിയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ. ആ പദം എല്ലാവരും ഒന്ന് പറഞ്ഞ്, അവർ കാണെ. ആമേൻ. നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. 2016 ഈ 2-ാമത്തെ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് ദൈവസഭയിലുള്ള ദൈവമക്കളോട് പറയുവാനുള്ള ദൂത്, ആമേൻ, ചിലരൊക്കെ കാണെ ദൈവം നിന്നെ വലിയതാക്കാൻ പോകുകയാണ്. സന്തോഷമുള്ളവർ സ്തോത്രം പറയാം. ആമേൻ. നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച ഒരുപറ്റം ജനത്തിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ വലിയവനാക്കാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നോ അവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഞാനിന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. അപ്പോൾ വലുതാകാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്. ആണോ? മിണ്ടുന്നില്ല. സ്തോത്രം. എല്ലാവർക്കും വലിയ താല്പര്യം ആരാകാൻ? വലിയവർ ആകാൻ. സ്തോത്രം. മനുഷ്യൻ വലിയവരാക്കുന്നവരുണ്ട്. മനുഷ്യൻ വലിയവൻ ആരെയും ആക്കിയിട്ടുണ്ടെങ്കിൽ അവനൊരനിഷ്ടം തോന്നിയാൽ നിശ്ചയമായിട്ടും അവൻ നിന്നെ ആക്കിയേക്കുന്ന സ്ഥാനത്തുനിന്ന് മറിച്ചിടും. സ്തോത്രം. മനസ്സിലായോ? അപ്പം മനുഷ്യൻ വലിയവനാക്കിയവനെല്ലാം പിന്നത്തേതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആമേൻ, താണവരായി പോയിട്ടുണ്ട്. ഇന്ന് രാത്രി മനുഷ്യനല്ല നിന്നോട് പറയുന്നത്,
ആമേ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം യോശുവയോട് പറയുക, മനുഷ്യന്റെ വാക്കല്ല, ഞാൻ നിന്നെ വലിയവനാക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഇന്നലകളിൽ നീ പലരുടെയും മുമ്പ് ചെറിയവനായിരുന്നെങ്കിൽ തമ്പുരാൻ നിന്നെ വലിയവനാക്കാൻ പോകും. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുക? അവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, മനുഷ്യൻ വലിയവനാക്കിയാൽ അവൻ അനിഷ്ടം തോന്നുമ്പോൾ നിന്നെ എന്ത് ചെയ്യും? താഴ്ത്തും. സ്തോത്രം. എന്നാൽ ദൈവം നിന്നെ വലിയവനാക്കിയാൽ ആർക്കും താക്കാൻ കഴിയാതെ വണ്ണം ദൈവം നിന്നെ ഉയർത്തും. അപ്പൊ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിന്നെ ദൈവം വലുതാക്കാൻ പോവുക. നിന്റെ സഭയെ ദൈവം വലുതാക്കാൻ പോകുക. നിന്റെ മിനിസ്ട്രിയെ ദൈവം വലുതാക്കാൻ പോകുക. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ദൈവം വലുതാക്കാൻ പോകുക. നീ ആഗ്രഹിക്കാത്ത നീ ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്ക്, നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ വലുതാക്കാൻ പോകുക. നിന്റെ ബിസിനസിനെ ദൈവം വലുതാക്കാൻ പോകുക. ആഗമനം നിന്നെ ഒന്ന് വലുതാക്കാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചിട്ട് പറയുക, എൻ്റെ ദൈവമേ, നീ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞങ്ങളിത് വിശ്വസിക്കുന്നു. 2016 ഈ 2ാമത്തെ മാസത്തിൽ ഞങ്ങളിത് കടന്ന് വിശ്വസിക്കുകയാണ്. നീ ഞങ്ങളെ വലുതാക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രികാല ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചിട്ട് പറ, ദൈവം ഞങ്ങളെ നിശ്ചയമായി വലിയവരാക്കിയിരിക്കും. ഹല്ലേലൂയ. ഇത് യോശുവയോടായി ദൂത് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, കുടുംബ പശ്ചാത്തലം നോക്കിയല്ല ദൈവം യോശുവയെ വലുതാക്കിയത്. ഹലോ, എന്തോ നോക്കിയല്ല? നമ്മൾ കുടുംബ പശ്ചാത്തലം നോക്കി പലരെ എന്താക്കും? വലിയവരാക്കും. ഇന്നയാളുടെ മോൻ, ഇന്നയാളുടെ ഇന്നത് സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ മനുഷ്യരെ ആരാക്കാറുണ്ട്? വലിയവരാക്കാറുണ്ട്. സ്തോത്രം. ആമേൻ. എന്നാൽ സ്വർഗം ഒരുത്തനെ വലുതാക്കുന്നത് ആമേൻ അവൻ്റെ കുടുംബ പാരമ്പര്യത്തിൻ്റെയോ അവൻ്റെ ക്വാളിറ്റിയുടെയോ ഒന്നും ഗുണത്തിലല്ല, അവൻ്റെ സമ്പത്തിൻ്റെ ഗുണത്തിലല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഗുണലക്ഷണങ്ങൾ ആരിലുണ്ടോ അവനെ ദൈവം വലുതാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവം നിന്നെ വലുതാക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഗുണനിലവാരത്തിലേക്ക് ഞാനും നീയും എത്തപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് എന്നോടൊപ്പം ചേർന്ന് സ്തോത്രം പറയും? ശ്രദ്ധിച്ചേ. അപ്പൊ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ ഈ മനുഷ്യനെ ഒരിക്കലും ആരാക്കാൻ പറ്റുകയില്ല, വലിയവനാക്കാൻ പറ്റത്തില്ല. പറ്റുമോ? സ്തോത്രം. ഇനി ഈ മനുഷ്യന്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുക. സന്തോഷമുണ്ടോ കേൾക്കുന്നതിൽ? സ്തോത്രം. അല്പം വ്യസനമൊക്കെ തോന്നുന്ന ഭാഗങ്ങൾ വരും. ഹല്ലേലൂയ. ആമേൻ. അത് കേട്ട് നിങ്ങളോടാ അത് സംസാരിക്കുന്നതെങ്കിൽ ആമേൻ നിങ്ങൾക്ക് ഗുണപ്പെടാനും മനസ്സാന്തരപ്പെടാനും ഒക്കെ അവസരം തമ്പുരാൻ തരിക. കാരണം ഒന്നിനെ വലുതാക്കാൻ പോവുക. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി ഈ മനുഷ്യൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഓടിച്ചൊന്ന് 2 കാര്യം പറയാം. സ്തോത്രം. ശ്രദ്ധിച്ചേ. ഈ മനുഷ്യൻ ജനിച്ചത് എഫ്രയീം ഗോത്രത്തിലാണ്. ഏത് ഗോത്രത്തിലാണ്? എഫ്രയീം ഗോത്രം. എഫ്രയീം ഗോത്രത്തിൽ ജനിച്ച ഈ മനുഷ്യൻ്റെ ജനന നാഴികയെ പറ്റി, അല്ലെങ്കിൽ ജനന സമയത്തെ പറ്റി, അല്ലെങ്കിൽ ജനന പശ്ചാത്തലത്തെ പറ്റി വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയേക്കുന്ന ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഉറക്കെ ഒന്ന് വായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7:20. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ഒന്ന് വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7:20. എഫ്രയീമിന്റെ പുത്രന്മാർ, കേട്ടോ, എഫ്രയീമിന്റെ പുത്രന്മാർ. അവന്റെ മകൻ ബേരെദ്, അവന്റെ മകൻ തകത്ത്, ഏലാദ, ഇവർ അങ്ങനെ ഒരു 8-9 എണ്ണം ഉണ്ട്. എണ്ണി നോക്കുമ്പോൾ ഒരു 9 എണ്ണം അടുത്ത് വരുന്നുണ്ടല്ലേ. സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ എഫ്രയീമിന്റെ പുത്രന്മാർ ഈ 9 പേര്, അല്ലെങ്കിൽ എഫ്രയീമിനെ ഉൾപ്പെടെ മൊത്തം 10 പേര് അടങ്ങുന്ന ഒരു പട്ടികയായിട്ട് വരുന്ന, കണ്ടോ? സ്തോത്രം. ഇവര് ആ ദേശത്തിലെ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ
അപകരിപ്പാൻ പോയി. അടുത്തത്, അപകരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. ഹലോ, ആരുടെ ഭാവമാണ് എഴുതിയേക്കുന്നേ? ഹലോ, എഫ്രൈമിൻ്റെ പുത്രന്മാർ. എഫ്രൈമിൻ്റെ ലിസ്റ്റ് കൊടുത്തേക്കുക ആണോ? എന്തോ കൊടുത്തേക്കുന്നത്? എഫ്രൈമിൻ്റെ പിള്ളേരുടെ പേരെല്ലാം എന്ത് ചെയ്തേക്കുക? കൊടുത്തേക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, എഫ്രൈം ആരാ? യോസേപ്പിൻ്റെ മോന. സ്തോത്രം. യോസേപ്പിൻ്റെ മോനിൽ ഇളയവനായ എഫ്രൈം. പക്ഷേ അനുഗ്രഹത്താൽ എന്തായി? മുമ്പനായി. ജ്യേഷ്ഠാവകാശമൊക്കെ എന്ത് ചെയ്തു? ലഭിച്ചു. ഇരട്ടി പങ്കൊക്കെ കിട്ടി. ഇരട്ടി കിട്ടിയെങ്കിലും അത്യാഗ്രഹം കുറഞ്ഞില്ല. ഹലോ, നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നുണ്ടോ? ഒത്തിരി സമ്പത്തുണ്ടെങ്കിലും എന്തോ കുറഞ്ഞില്ല, സമ്പത്തിനോടുള്ള ആർത്തി കുറയാത്തത് കൊണ്ട് ആ ദേശത്തിലെ നിവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപകരിപ്പാൻ പോയെന്ന് പറഞ്ഞ നല്ല മലയാളത്തിൽ പറഞ്ഞ എന്തോ അതിൻ്റെ അർത്ഥം ഇവന്മാര് നല്ല കള്ളന്മാരാ. എൻ്റെ ഒപ്പം വരുന്നുണ്ടോ? എടാ, ഈ കള്ള കുടുംബത്തിൽ നിന്ന് ദൈവം ഒരുത്തനെ ആരാക്കിയത്? ഗ്ലോറി. നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. ഒരു ബൈബിൾ സ്റ്റഡി പോലെ നിങ്ങളെ ദൈവം വലുതാക്കാൻ പോവാ. ആമേൻ. എന്ന് വെച്ചാൽ ഈ ഗുണലക്ഷണങ്ങളൊന്നും, അതായത് ഈ പാരമ്പര്യത്തിൻ്റെതായ ഒരു പോരാട്ടവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവവും ആരിലില്ലായിരുന്നു. തെളിയിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ ഈ എഫ്രൈമിന്റെ പുത്രന്മാർ, ഇവന്മാർ 9 പേര് പോയി, അല്ലെങ്കിൽ ഈ 10 പേര് പോയി ആരുടെ കന്നുകാലികളെ മൂട്ടിച്ചു? ഗത്യരെന്ന് പറഞ്ഞാൽ കുറഞ്ഞ പാർട്ടികളൊന്നുമല്ല. അപ്പൊ ഇവര് പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്? മോഷണം നടത്തിയിട്ടുണ്ട്. ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല? പിടിച്ചിട്ടില്ല. അങ്ങനെ ഗത്യരുടെ കന്നുകാലിക്കൂട്ടിൽ ഇവർ എന്ത് ചെയ്തു? കയറി ചെന്നു. ഗത്യർ എന്ന് പറഞ്ഞാൽ ഗത്യനായ ഗോലിയാത്തിന്റെ വംശജർ എന്ന് വെച്ചാൽ നല്ല ഉയരമുള്ളവരാ. സ്തോത്രം. അവർ ഈ എഫ്രൈമിന്റെ പിള്ളാരെ മുഴുവൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, എങ്ങനാ ഈ പിള്ളേരിങ്ങനെ കള്ളന്മാരായത്? ഇരട്ടിപ്പങ്ക് കിട്ടിയതല്ലേ? യോസേപ്പിന്റെ മക്കളല്ലേ? ഒരു വിശുദ്ധനായ മനുഷ്യന്റെ മക്കളല്ലേ ഇവര്? ആമേൻ. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നൊരു മനുഷ്യനല്ലേ? ആമേൻ. പാപത്തിന്റെ കണികളേശാതവണ്ണം, ആമേൻ, അതിനോട് എതിർത്ത് നിന്നതുകൊണ്ട് കാരാഗ്രഹത്തിൽ പോയ ഒരു മനുഷ്യന്റെ കൊച്ചുമക്കളല്ലേ ഇവർ? എങ്ങനെ ഇവർക്കിത് സംഭവിച്ചു? ഇച്ചിലൂടെ പുറകിലോട്ട് ചരിത്രം നമുക്കൊന്നിറങ്ങി ചിന്തിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവരുടെ വല്യമ്മയായിരുന്നു ആര്? റാഹേൽ. പറഞ്ഞേ, നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നുണ്ടല്ലോ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായിട്ട് ധ്യാനിക്കുന്നത്? എനിക്ക് ഇന്ന് വൈകിട്ട് ഇങ്ങനെ ധ്യാനിക്കാനാണ് ഒരു നിയോഗം കിട്ടുന്നത്. സ്തോത്രം. മൈക്കെടുത്ത് ഓടാനൊന്നും തോന്നുന്നില്ല. സ്തോത്രം. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഇങ്ങനെ ശാന്തമായിട്ട് പറഞ്ഞു പോകാം. സ്തോത്രം. ഒടുവിൽ നമുക്കൊന്ന് ആരാധിച്ച് ജയം എടുക്കാം. ആമേൻ. ഇനി ഞാൻ ഈ പറഞ്ഞു വരുമ്പോഴത്തേന് ഇത് എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങ് പോട്ടേന്നേ. ഇവരുടെ വല്യമ്മ ആര്? റാഹേല്. ഏതാണ്ട് 20 വർഷത്തോളം ലാബാന്റെ വീട്ടിലായിരുന്നു ആര്? യാക്കോബ്. യോസേപ്പ് ജനിച്ച അനന്തരം അവിടെ നിന്ന് എന്ത് ചെയ്യുക? പുറപ്പെട്ടു വരിക. ആര് ജനിച്ചപ്പം? യോസേപ്പ് ജനിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോണം. അപ്പൻ ദർശനമുള്ളവൻ ആര്? യാക്കോബ്. ദർശനമുള്ള മോനും കൂടെ ഇപ്പൊ എവിടെ ജനിച്ചു? വീട്ടിൽ ജനിച്ചു. ആരാ? യോസേപ്പ്. ദർശനമുള്ള അപ്പനും മോനും അവ ഒരുമിച്ചൊരു ഭവനത്തിലുണ്ടെങ്കിൽ ഒരു ലാബാനും അധികം കാലം അഭിഷേകമുള്ളവനെ തടയാൻ കഴിയത്തില്ല. പിടികിട്ടിയവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ അതേ ദർശനം, നിന്റെ തലമുറ എന്ന ആ ദർശനത്തിൽ എത്തുന്നു, അവർ 2 കൂട്ടരും ഒരേ ആംഗിളിൽ എത്തുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന സകല ലാഭാന്യ നുഖങ്ങളും ഉടയുമെന്ന് ഇന്ന് രാത്രി മറക്കരുത്. ഈ രാത്രി എത്ര പേരാമേൻ പറയും? നമുക്ക് ലഭിച്ച അതേ ദർശനത്തിൽ ആരും എത്തണം. ഉറക്കെ പറ.
ഈ 10 ജനിച്ചിട്ടും അവിടുന്ന് പുറപ്പെട്ടു പോകുന്നില്ല. പക്ഷേ ആര് ജനിച്ചപ്പോൾ പോന്നു? യോസേപ്പ് ജനിച്ചപ്പോൾ. കാരണമുണ്ട്. യോസേപ്പിന് എന്തുണ്ട്? ദർശനമുണ്ട്. യാക്കോബ് ആരാ? ദർശനമുണ്ട്. ദർശനമുള്ള അപ്പനും മോനും കൂടെ ഒരു ശക്തിക്കും അവരെ തടയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പന്മാരും തലമുറകളും ആത്മാവിൽ ഒന്നിക്കട്ടെ. അവർ ഒരുമിച്ച് കഴിയുമ്പോൾ ദേശത്തിന്റെ അധിപതി നിന്റെ മുമ്പിൽ മുട്ടുകൊടുക്കുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇനി ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഓബദ്യാവിന്റെ പ്രവചനം എഴുതുമ്പോൾ ഒരു പദം എഴുതുന്നു. അന്ന് യാക്കോബ് ഗ്രഹം തീയും യോസേപ്പ് ഗ്രഹം ജ്വാലയും. എന്ന് വെച്ചാൽ അപ്പം തീയാണേ മോൻ ജ്വാല. നമ്മുടെ വീട്ടിലോ അപ്പം തീയാണേ മോൻ കരിക്കട്ട. സ്തോത്രം. ഇനിയിപ്പോ അപ്പനിൽ തീ ഉണ്ടെങ്കിൽ മോൻ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക. ഈ രാത്രി പ്രവണത വിടണം. അപ്പനും അമ്മയും തലമുറകളും ചേർന്ന് ഒരുമിച്ച് സന്ധിയിൽ ആത്മനിറവിൽ നിന്റെ വീട്ടിൽ ഒരു ആരാധന നടത്തിക്കേ. അഴിയാത്തൊരു പോരാട്ടവുമില്ല. നിന്റെ കുടുംബത്തിനകത്ത് ആത്മീയ അന്തരീക്ഷം ഇന്ന് രാത്രി ശക്തമായി ഇറങ്ങി വരട്ടെ. അഭിഷേകത്തിന്റെ ഒരു ആത്മനദി നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ. അതിന് വിരോധമായി കയറി വരുന്ന സകല ശക്തികള് ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഒരാത്മശക്തി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങട്ടെ. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ആത്മീയരായ തലമുറകൾ നിന്റെ വീട്ടിനകത്ത് എഴുന്നേൽക്കട്ടെ. ശക്തമായി ഒന്നോടൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ രാത്രി അല്പനിമിഷം എല്ലാവരും ചേർന്ന് ആ കരങ്ങളെ ചേർത്തടിച്ച് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്തിട്ട് പറ. ഇന്ന് രാത്രി മുതൽ ശക്തമായ ഒരു ആരാധന ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഉണ്ടാകും. അത് ഞങ്ങൾ തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഈ ജനനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറപ്പെട്ടു പോരുമ്പോൾ റാഹേൽ ആ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അപ്പൻ്റെ ഗ്രഹബിംബവും കൂടെ എന്ത് ചെയ്തു? മോഷ്ടിച്ചു. കയ്യിലെന്തോ എടുത്തു? അപ്പൻ്റെ ഗ്രഹബിംബം എടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 7 ദിവസത്തെ വഴിദൂരം സഞ്ചരിച്ച് അവര് ഗിലെയാദ് പർവ്വതത്തിലെത്തിയെന്ന. എവിടെ എത്തി? ഉറക്കെ പറ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഗിലെയാദ് പർവ്വതത്തിൽ എത്തി. യാക്കോബിനെ പിന്തുടർന്ന് ഏതാണ്ട് 7 ദിവസത്തെ വഴിദൂരം സഞ്ചരിച്ച് ലാബാൻ ഇപ്പൊ ആരുടെ ഒപ്പം എത്തി? ഉറക്കെ പറ. യാക്കോബിനൊപ്പം ഗിലെയാദ് പർവ്വതത്തിൽ വന്നു. സ്തോത്രം. എന്നിട്ട് ലാബാൻ യാക്കോബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ യാക്കോബേ, നീ കാര്യം ഒക്കെ ശരി, എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? നീ പോന്നു. എനിക്കതേ പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ നീ എൻ്റെ ഭവനത്തിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ മക്കളെ മാത്രമല്ല, എൻ്റെ കൊച്ചുമക്കളെ മാത്രമല്ല നീ കൊണ്ടുവന്നത്, എൻ്റെ ഗ്രഹബിംബവും കൂടെ എന്ത് ചെയ്തു? ഉറക്കെ പറ. മോഷ്ടിച്ചോണ്ട് പോയതെന്ത്? ഉടനെ യാക്കോബ് പറഞ്ഞൊരു പദം ഇങ്ങനെയാ. സ്തോത്രം. എൻ്റെ ചിന്ത ഞാൻ പറയുക, ഞാൻ ആരുടെയും ഒന്നും എന്ത് ചെയ്യുന്ന ആളല്ല, മോഷ്ടിക്കുന്ന ആളല്ല. കള്ളം പറയും, കക്കത്തില്ല, മിണ്ടുന്നില്ല. സ്തോത്രം. നമ്മളും അങ്ങനെ പെന്തിക്കോസുകാർ നല്ല കല്ല് വെച്ച നുണ എന്ത് ചെയ്യും? പറയും. പക്ഷെ ആരുടെയും ഒരു കാന്താരി മുളക് പോലും എന്ത് ചെയ്യല. മനസ്സിലായോ? യാക്കോബ് പറയാ, ഞാൻ കള്ളം പറയും, ഇന്ന് വരെ ഒരുത്തൻ്റെ ഒരു മുതലും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഉണ്ടോ? മിണ്ടുന്നില്ല, കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കള്ളമൊക്കെ ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യാക്കോബ് പറഞ്ഞു, നിനക്ക് പരിശോധിക്കാം. അമ്മായിയപ്പനോട് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം കൂടാരം നിനക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അനുവാദം കൊടുത്തു. എല്ലാ കൂടാരങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടോ? എല്ലാ കൂടാരവും പരിശോധിക്കുക. യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്കിത് എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ഞങ്ങളുടെ വല്യപ്പൻ ആരാന്നറിയാവോ? പേര് അബ്രഹാം. അദ്ദേഹത്തിന്റെ അപ്പൻ ആരാന്നറിയാവോ? തേരക്. ആമേൻ. തേരക് ആരാന്നറിയാവോ? ഇതിലും വലിയ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നിടത്തുനിന്നാ ഞങ്ങൾ ഇറങ്ങി വന്നത്. പിടികിട്ടിയോ?
ഇതിലും വലുതിനെ വേണ്ടെന്ന് വെച്ചിറങ്ങിയ ഞങ്ങൾക്ക് നിന്റെ കുട്ടി വിഗ്രഹം ഒരു സംഭവമേ അല്ല. അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ കൂടെ ആരും അത് എടുക്കത്തില്ല. എൻ്റെ മക്കളാരും അത് തുടത്തുമില്ല. തൻ്റെ ഇടത്തോട് പറയാ, ഞങ്ങൾ ഇതിലും വലുത് വിട്ടേട്ടാ എന്ത് ചെയ്തേ? ഉറക്കെ പറ. പിന്നെയാ നിന്റെ ഈ കുട്ടി വിഗ്രഹം, ഇത് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നീ വന്നതല്ലേ, തപ്പിക്കൂ. യാക്കോബ് നോക്കിയ ലാബാൻ നോക്കിയ എല്ലാ കൂടാരവും തപ്പി. ഏറ്റവും ഒടുവിൽ ആരുടെ കൂടാരത്തിൽ വന്നു? റാഹേലിന്റെ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ റാഹേലിനെ ഒട്ടും സംശയമാർക്കില്ല. യാക്കോബിന് ഇല്ല, സോറി, ലാബാന് ഇല്ല. കാരണം അങ്ങനെ സംശയമുണ്ടായിരുന്നെങ്കിൽ ആദ്യം കയറേണ്ടത് ആരുടെ കൂടാരത്തിലാ? റാഹേലിന്റെ. ഇനിയിപ്പം മറ്റു മക്കളുടെ കൂടാരമെല്ലാം ഒന്ന് പരിശോധിച്ചു. ആമേൻ. മറ്റുള്ളവരുടെ എല്ലാം പരിശോധിച്ചു. ആമേൻ. ഇനി റാഹേലിന്റെ പരിശോധിക്കാതെ പോയാൽ മറ്റുള്ളവർക്ക് എന്താകും? ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് വേണ്ട. അതുകൊണ്ട് അവളുടെ കൂടാരവും കയറി പരിശോധിക്കാൻ കയറി ചെന്നു. നോക്കിയേ. അപ്പോൾ അവൾ വിഗ്രഹത്തിന്റെ മേളിൽ കയറി എന്ത് ചെയ്യുക? ഇരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. വിഗ്രഹത്തിന്റെ മുകളിൽ ആരിയ്ക്കുക? റാഹേലിരിക്കുക. അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് അപ്പന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, എഴുന്നേൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച മകൾ. ആമേൻ. അപ്പനെ കബളിപ്പിക്കുക. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരും നീ ഏറ്റവും കൂടുതൽ കരുതുന്നവരുമായിരിക്കും നിനക്കെതിരെ ദോഷം പ്രവർത്തിക്കുന്നതെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അത് മനസ്സിലാക്കി വേണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ. നമ്മുടെയൊക്കെ പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് എന്ത് ചെയ്യും? വിളിച്ച് പറയും. അവരിൽ നിന്നൊരു തിക്താനുഭവം വരുമ്പോൾ പറയും, ഞാൻ അവരെ എങ്ങനെ നോക്കിയതാ, എന്നാലും അവർക്ക് ഞാൻ എന്തെല്ലാം ചെയ്തതാ, ആ സഹോദരന് വേണ്ടി ഞാൻ എന്തെല്ലാം കരുതിയതാ, കൊടുത്തതാ. ഒരു കാര്യം മനസ്സിലായിക്കോണം, ഇങ്ങനെയുള്ള തിക്താനുഭവം പിന്നിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടേ നീ ചിലതൊക്കെ എന്ത് ചെയ്യാവുള്ളൂ, ചെയ്യാവുള്ളൂ. പോട്ടെ, ഞാൻ ആ ഭാഗം എടുത്തു. അപ്പൊ റാഹേൽ ഇതെന്ത് ചെയ്തു? മോഷ്ടിച്ചോണ്ട് വന്നു. അപ്പൊ വല്യമ്മ എന്ത് ചെയ്തതാ? മോഷ്ടിച്ചതാ. ആ ഒരു വാസന ആരിലുണ്ടായിരുന്നു? കൊച്ചുമക്കളിലേക്കും വന്നു. അതുകൊണ്ട് എഫ്രയീമ്യര് മുഴുവൻ ആരായി? ഇഷ്ടം പോലെ സമ്പത്തുണ്ടെങ്കിലും പിന്നെ എവിടെ കണ്ടാലും ഇവന്മാരെന്ത് ചെയ്യും? ചിലർക്ക് അങ്ങനെയാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും പിന്നെ എന്ത് ചെയ്യും? ഓട്ടിക്കും, കള്ള ബില്ലെഴുതും, കള്ള പണ്ടുണ്ടാക്കും. സ്തോത്രം. എല്ലാം ചെയ്യുന്നവരാര്? ആ ഗോത്രത്തിൽ ആര് ജനിച്ചേ? സത്യത്തിൽ കള്ളന്മാരുടെ കുടുംബത്തിൽ ജനിച്ച ഒരുത്തനെ തമ്പുരാൻ നോക്കിക്കൊണ്ട് പറയുക, അവരുടെ ആരുടെയും സ്വഭാവമില്ല, ഇവൻ ആ യോസേപ്പിൻ്റെ സ്വഭാവം ഉള്ളവനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വലിയവനാക്കും. ഇനി ആ മനുഷ്യൻ ജനിച്ച പദം കണ്ടോ? നിങ്ങൾ കണ്ടോ? ഗത്തീരുടെ കന്നുകാലികളെ പിടിക്കാൻ പോയി. ഗത്തീര് മുഴുവൻ ഇവരെ തല്ലി എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. മനസ്സിലായോ? ഇപ്പോൾ എഫ്രയീമിൻ്റെ പിള്ളേർ മുഴുവൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. അടുത്ത വാക്കിങ്ങനെയാ, എഫ്രയീം ഏറിയ കാലം വിലപിച്ചുകൊണ്ടിരുന്നു. അടുത്തത്, അവൻ്റെ സഹോദരന്മാർ വന്നവനെ എന്ത് ചെയ്തു? ആശ്വസിപ്പിക്കുവാൻ വന്നു. അടുത്തത്, അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഇനി 26-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു, സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി. അങ്ങനെ എഫ്രയീമിന് പിള്ളേര് മക്കളിങ്ങനെ ജനിച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് അവൻ്റെ മകൻ എലീശാമ, അവൻ്റെ മകൻ നൂൻ. ആരുടെ? എഫ്രയീമിൻ്റെ മക്കളുടെ പാരമ്പര്യം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അതിനകത്ത് സന്തതി പരമ്പരയിൽ ഒരു മകൻ ജനിച്ചു, അവൻ്റെ പേര് നൂൻ. അടുത്തത്, അവൻ്റെ മകൻ യഹോശുവ, പേര് യോശുവ. മനസ്സിലായവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, പാരമ്പര്യമായിട്ട് ഗത്തീരുടെ കന്നുകാലികളെ അപകരിപ്പാൻ പോയ ആമെ മോഷണ കുടുംബത്തിൽ ജനിച്ച ഒരു മകനാണ് ആര്? ഉറക്കെ പറ, യോശുവ. സ്തോത്രം. പക്ഷെ ഇവനിൽ ഈ ഗുണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏത്? പുള്ളി ആരുടെയും കക്കാനും മോട്ടിക്കാനും
അപഹരിപ്പാനും തല്ലുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും എന്ത് ചെയ്യല പോകത്തില്ലായിരുന്നു. സ്തോത്രം. യോശുവ. ഇനി എഫ്രൈമിനെ പറ്റി ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് യോശുവയിലേക്ക് കിടക്കാം. സന്തോഷമുണ്ടോ? എനിക്കൊരു 2-3 പേരെ വലിയവരാക്കിയവരെ പറ്റി തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. അതുകൊണ്ട് ലഭിച്ച സമയത്തിൽ യോശുവയിലും ഒന്ന് തെളിയിച്ചു പോവാം. സന്തോഷമുണ്ടോ? ആമേൻ. നമുക്ക് പിന്നെ ഇച്ചിരി ആമേൻ കൈയടിക്കാനുള്ള വകുപ്പൊക്കെ കിട്ടിയാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എന്നാലും ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. ഒന്ന്, ഇതിനകത്തുനിന്ന് വലിയവരായിട്ട് പോകണം. സ്തോത്രം. ഒരു തീരുമാനത്തോടെ പോകണം. വേണ്ടേ? വേണം. സ്തോത്രം. പലരുടെയും മുഖത്ത് ഞാൻ ആ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ കാണുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മടങ്ങി വരുന്നു. ശ്രദ്ധിച്ചേ, ഇനിയും ഈ ഗോത്രത്തിൻ്റെ 1-2 പ്രവണത കൂടെ ഓടിച്ചു പറയാം. ഹോശയ്യായുടെ പ്രവചനം എടുത്താട്ടെ. ഹോശയ്യായുടെ പ്രവചനം ഇവരാരായിരുന്നെന്ന് 1-2 പദം കൂടെ തെളിയിക്കുന്നു. ഹോശയ്യായുടെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളി. അതെന്നാ വിഗ്രഹത്തെ എടുക്കാൻ കാരണമെന്നറിയാം. പണ്ട് അമ്മ ഇത് എടുത്തോണ്ടാ എന്ത് ചെയ്തേ പോകുന്നത്. അപ്പോൾ എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളി, അവനെ വിട്ടുകളക. അടുത്ത പദം മദ്യപാനം കഴിയുമ്പോൾ അപ്പോൾ ഇവര് വിശ്വാസികളാണേലും ഇടയ്ക്കിടയ്ക്ക് എന്തോ കൂടെ അടിക്കാറുണ്ട്. ആർക്കും സന്തോഷമൊന്നുമില്ല, എല്ലാവരും പോയോ? അപ്പോൾ മദ്യപാനം കഴിയുമ്പം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെന്ത് ചെയ്യും? പിന്നെ മദ്യപിക്കുന്നവർ വിശ്വാസികളൊക്കെ ഉണ്ടെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തിലും ഇന്നാൾ ഒരാൾ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പുസ്തകത്തിലും അങ്ങനെ ഉണ്ടല്ലോ, അജീർണത നിമിത്തം. സ്തോത്രം. അപ്പോൾ ഇതടിച്ച് ഫിറ്റായവരും നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഇനിയിപ്പോൾ കട്ടുകെട്ടടിക്കുന്നവരും ഉണ്ട്. ഹല്ലേലൂയ. കട്ടുകെട്ടടിക്കുന്ന നീ ഓർത്തോണം, ബെൽസസറിൻ്റെ കുടി പോലെ ഒടുക്കത്തെ കുടിയാകരുത്. ചിലപ്പം ചുവരെ ചിലപ്പോൾ എഴുത്ത് വരും. പിടികിട്ടിയവർ ആമേൻ പറ. ഹല്ലേലൂയ. ആമേൻ. ആധുനിക അല്ലെങ്കിൽ പഴയ കാലമല്ല, ഇപ്പോഴത്തെ കാലം. മനസ്സിലായോ? സ്തോത്രം. പഴയ കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി വളരെ തീവ്രതയോടെ തീഷ്ണതയോടെ നിന്ന മാതാപിതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇന്നത്തെ ചരിത്ര സംഭവമൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലിയായി, നല്ല ക്രമീകരണമായി, നല്ല ഇതൊക്കെ സാലറിയൊക്കെ ലഭിച്ചു. സ്തോത്രം. ഉയർന്ന സ്ഥാപനങ്ങളിൽ ജോലി കിട്ടി. ഇടയ്ക്കിടയ്ക്ക് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും ആ യോഗത്തിന് വന്നില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ കമ്പനിയുടെ പാർട്ടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഞാനായിട്ട് എങ്ങനെ മാറി? സ്തോത്രം. മാറിയാലേ നീ വലിയവനാകത്തുള്ളത്. മാറാത്തോടത്തോളം കാലം ഒരു ഗത്യര് കാത്തിരിപ്പുണ്ട്. അവന്റെ കൈക്ക് നീ തീരത്തുള്ളു. എത്ര പേര് ആമേൻ പറയുന്നു? അപ്പം ഇവര് രണ്ടാമത്തെ 1 കക്കും, 2 കള്ളു കുടിക്കും, 3 അല്ലല്ല മൂന്നാമത്തെ വാക്യം അതിനകത്ത് തന്നെ ഉണ്ടെന്നേ. മദ്യപാനം കഴിയുമ്പോഴത്തേന് പരസംഗം കൂടെ. ഇനിയിപ്പോൾ ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് പൂരിപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചോണം പ്രിയമുള്ളവരെ. 1 ഇവർ മോഷണം നടത്തും, 2 ഇവർ മദ്യപിക്കും, 3 ഇവർ പരസംഗം ചെയ്യും. ഇത് 3 ആരിലില്ല. ഹലോ, ഇവനും ജനിച്ചത് ഈ ഗോത്രത്തിലാ. ഇനി ഇവര് ഏത് ദൈവം നിയോഗിച്ചാക്കിയ ദൈവപുരുഷനോടും വഴക്കുണ്ടാക്കും. അതിനും 2 വാക്യം തെളിവ് തരാം. പിന്നെ സ്തോത്രം. എടുത്തോ ന്യായാധിപന്മാർ 8-ന്റെ 1-ഉം 3-ഉം 1-ഉം 2-ഉം 3-ഉം പെട്ടെന്ന് വായിര്. എന്നാൽ എഫ്രൈമ്യർ നീ മിദ്യാന്യരുടെ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ കൂട്ടാഞ്ഞത്, വിളിക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞ്, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായിട്ട് എന്ത് ചെയ്തു? ചെറിയ ഉടക്കൊന്നുമല്ല, സഭയിലെ പ്രശ്നക്കാരായവര് ആരോടും കയറി എന്ത് ചെയ്യും? ഉടക്കും. മനസ്സിലായോ? എഫ്രൈമ്യരുടെ സ്വഭാവം മനസ്സിലായോ? ഗിദെയോനോട് കയറി പറയുക, നീ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? ഇങ്ങനെ നീ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി എന്ത്? ഉടനെ
അതിന് ഗിദയോൻ ഭയങ്കര സ്തോത്രം നയമുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ പയ്യെ ഇവരോട് പറഞ്ഞു, നിങ്ങളെ വെച്ച് നോക്കിയാൽ അച്ഛാ, നിങ്ങളുടെ കുടുംബ പാരമ്പര്യമൊക്കെ വെച്ച് നോക്കിയാൽ ഞങ്ങളൊന്നും ഇല്ല. സ്തോത്രം. അബിയേസറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രീമിൻ്റെ കാല പറക്കുന്നതല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വല്യപ്പനാകുന്ന അബിയേസറിൻ്റെ സകല സ്തോത്രം ഫലമെടുപ്പിനെ കഴിഞ്ഞും മുന്തിരിയെടുപ്പിനെ കഴിഞ്ഞും നിങ്ങളുടെ കാല പറക്കിയാൽ അതിലും കൂടുതൽ. ഇത് കേട്ടപ്പോൾ അവർക്ക് അങ്ങ് സന്തോഷമായി. ചിലർക്ക് ഈ പൊങ്ങത്തരം പറഞ്ഞാൽ ഭയങ്കര മിണ്ടുന്നില്ല. സ്തോത്രം. എന്നാലും ഈ ഉദ്ദേശി വൈകിട്ട് ഇങ്ങനെ പറയുമെന്ന് എന്ത് ചെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ആദ്യത്തെ വാക്യം വായിച്ചപ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. ആരാകണമെന്നാ? വലിയവൻ. വലിയവനാകണമെങ്കിൽ ഈ ഒരു സ്വഭാവമൊന്നും നമ്മൾ കാണരുതെന്ന്. സന്തോഷമുണ്ടോ? അപ്പോൾ ഇവരോട് പറഞ്ഞ എൻ്റെ പൊന്നച്ച, നിങ്ങളെയൊക്കെ വെച്ച്, നിങ്ങളല്ലേ PMG തുടങ്ങിയത്. സ്തോത്രം. നിങ്ങളെയൊക്കെ വെച്ച് നോക്കിയാൽ തുടങ്ങിയവരൊന്നും തെറ്റിദ്ധരിക്കരുതേ പ്രിയമുള്ളവരെ. ചുമ്മാ ഒരു തമാശയ്ക്ക് ഞാനങ്ങ് പറഞ്ഞ, നിങ്ങളല്ലേ IPC തുടങ്ങിയത്, നിങ്ങളല്ലേ ചർച്ച് കോഡ് തുടങ്ങിയത്, നിങ്ങളുടെ പറമ്പിലല്ലേ വേല. ഹലോ, സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ ആശയം മനസ്സിലായോ? നിങ്ങളല്ലേ ഈ സഭയിലെ ഏറ്റവും വലിയ കുടുംബക്കാർ. സ്തോത്രം. ചിലർക്ക് അത്രയൊക്കെ കേട്ടാൽ മതി. യോഗത്തിൽ വന്ന അവരെ ഒന്ന് പൊക്കിയാൽ മതി. യേശുവിനെ പൊക്കിയില്ലെങ്കിലും ചിലരെ പൊക്കണം. മിണ്ടുന്നില്ല. നമ്മുടെ വർക്കിച്ചാൻ വന്നിട്ടുണ്ട്. വർക്കിച്ചാനെ പോലെ ഒരു ചായൻ, നമ്മുടെ ജോർജ് കുട്ടിച്ചാനെ പോലെ. ഹലോ, സ്തോത്രം. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഇവന്മാർ ഇത് കേൾക്കാൻ വേണ്ടിയാ യോഗത്തിന് വരുന്നത്. ആരെ പൊക്കുന്ന കേൾക്കാൻ? ഇവരുടെ കുടുംബമൊക്കെ പൊക്കുന്നത്. അപ്പം ഗിദയോനത് നല്ല കണക്കിന് പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. 12-ാം അധ്യായമായപ്പോഴത്തേക്ക് വേറൊരു ന്യായാധിപൻ വന്നു. പേര് യിഫ്താഹ്. വായിച്ചേ 12:1. അതിനാ എഫ്രീമേർ പിന്നെയും എന്ത് ചെയ്തു? ഒന്നിച്ചുകൂടി. നോക്കിയാൽ ഓടക്കൊള്ളോടത്തല്ല ഇവന്മാർ ഒരുമിക്കും. സ്തോത്രം. ആമേൻ. പിന്നെ കമ്മിറ്റിക്ക് അടി ഉണ്ടാക്കാൻ വേണ്ടി വെളിയിൽ നിന്നേ കമ്മിറ്റി കൂടിയിട്ടല്ലേ വരുന്നത്. സ്തോത്രം. അച്ഛനങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങളങ്ങ് തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞ പോലെ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കാൻ നേരം ഇവരെന്ത് ചെയ്യും? പിന്നെ കത്രിമേശയ്ക്ക് പോലും ഒരുമിച്ച് കൂടുകയില്ല. സ്തോത്രം. മനസ്സിലായോ? ഇവര് വഴക്കുണ്ടാക്കാൻ എന്ത് ചെയ്തു? ഒരുമിച്ച് പിന്നെ എന്ത് ചെയ്തു? കൂടി. എന്നിട്ട് യിഫ്താഹിനോട് പറഞ്ഞത്, വടക്കോട്ട് ചെന്ന് യിഫ്താഹിനോട്, നീ അമോര്യരോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? അടുത്തത്, ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിനെന്തോ ഇടും. യോഗത്തിൽ മാത്രമല്ല ഞങ്ങൾ തീ ഇറക്കുന്നത്, വേണമെങ്കിൽ നിന്റെ മണ്ടയിലും തീ കത്തിക്കും. സ്തോത്രം. വല്ലതും മനസ്സിലായോ? എഫ്രീമേര് പറഞ്ഞതാ, നിന്റെ വീട്ടിനകത്തിട്ട് നിന്നെ എന്ത് ചെയ്യും? തീ വെച്ച് ചുട്ട് കളയുമെന്ന് അവനോട് പറഞ്ഞു. ആര് പറഞ്ഞു? എഫ്രീമേർ. ആരോട് പറഞ്ഞു? യിഫ്താഹിനോട്. യിഫ്താഹ് പിന്നെ ഈ ഗിദയോനെ പോലെ അച്ഛനെ പോലെ നല്ല കുടുംബക്കാരൻ വേറെ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ കത്തിക്കടാന്ന് പറഞ്ഞു. പിടികിട്ടിയവർക്കായി സ്തോത്രം. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ വലിയ തീച്ചൂളെ കൂടെ കടന്നു പോയ ആളാ. ഏത് തീച്ചൂള? ജനിച്ചപ്പോ തന്നെ ആൾക്കാർ പറഞ്ഞു വേശ്യാപുത്രൻ എന്ന് പറഞ്ഞു പുറത്താക്കി. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഇനിയിപ്പോ യുദ്ധം ജയിച്ചു വരുമ്പോഴത്തേന് വഴിയിൽ ഞാൻ ആദ്യം ആരെ കാണുന്നോ അതിനെ ഞാൻ യഹോവയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് കണ്ടത് തന്റെ മകളെയാ. സ്തോത്രം. മകളെ യഹോവയ്ക്ക് കൊടുക്കാൻ മടിക്കാഞ്ഞ ഒരഭിഷക്തന ആര്? വലിയ തീക്കകത്തൂടെ കടന്നു വന്നവനോടാ ഇവന്മാര് തീ കത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ തീ. സ്തോത്രം. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഈ ഗോത്രം ഇനി ഒത്തിരി പറയാനുണ്ട്, സമയമില്ല. അപ്പം നമുക്ക് എഫ്രീമിനെ മടക്കിയിട്ട് എഫ്രീം ഗോത്രത്തിൽ ജനിച്ച യോശുവയിലേക്ക് വരാം. അപ്പം ഞാൻ അക്കമിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തുവായിരുന്നു? എല്ലാവരും സ്തോത്രം പോലും പറയാതെ നന്നായിട്ട് എഴുതുന്നുണ്ടായിരുന്നല്ലോ. പറയുന്നേ. മോഷ്ടിക്കുന്നവർ, മദ്യപാനം ചെയ്യുന്നവർ, പരസംഗം ചെയ്യുന്നവർ, വഴക്കുണ്ടാക്കാൻ ഒരുമിച്ച് കൂടുന്നവർ. 4 പോരെ? പിന്നെ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എടുത്തു കളഞ്ഞിട്ട് ദൈവസനെ ക്രമീകരണം പ്രാപിച്ചു പോയാൽ ഇന്ന് തമ്പുരാൻ നിന്നെ വലിയവനാക്കും. അപ്പൊ ഈ ഗോത്രത്തിൽ ആര് ജനിച്ചത്? യോശുവ ജനിച്ചത്. പക്ഷെ ഈ ഒരു സ്വഭാവവും ഈ പറയപ്പെട്ട ഒരു സ്വഭാവവും ആർക്കില്ല? യോശുവായിക്ക് ഇല്ല. സ്തോത്രം. ഇനി
യോശുവയെ ദൈവം വലിയവനാക്കാനുണ്ടായ ചില കാരണങ്ങൾ ഓടിച്ച്, അതും വേദപുസ്തകത്തിൽ നിങ്ങളൊന്ന് വായിച്ച് തന്ന് സഹായിക്കണമേ. സ്തോത്രം. വൈകിട്ട് ഇച്ചിരി വാക്യങ്ങൾ കൂടുതൽ വായിപ്പിക്കുന്നത്, ഇത് നമ്മളൊരു ബൈബിൾ ക്ലാസ് പോലെയാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. ആളും വളരെ ചുരുക്കമാണ്. നിങ്ങളിത് കേട്ട് ഗ്രഹിച്ച് ദൈവകൃപയും ദൈവശക്തിയും ഏറ്റെടുത്ത് ഈ വർഷം തമ്പുരാൻ എന്നെ വലിയവനാക്കിയെന്ന് നിങ്ങൾ പറയണം. സ്തോത്രം. കേവലം ഈ ഒരു ഗോത്രം. അപ്പം പാരമ്പര്യം നോക്കിയല്ല ദൈവം ആ ഒരുത്തനെ ആരാക്കുന്നത്. അങ്ങനെ പാരമ്പര്യം നോക്കിയാണെങ്കിൽ യോശുവ എന്ത് ചെയ്യത്തില്ല? വരുമോ? വരത്തില്ല. അപ്പൊ പാരമ്പര്യം നോക്കിയല്ല, പിന്നെയോ ക്വാളിറ്റി നോക്കി. അപ്പൊ യോശുവയിലുണ്ടായിരുന്ന ചില ക്വാളിറ്റികൾ ഓടിച്ചു പറയാൻ പോവാ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 33-11 വാക്യം ഒന്ന് വായിച്ചു. 7 വാക്യം തൊട്ട് വായിച്ചു. 7 വാക്യം തൊട്ട്. മോശ കൂടാരമെടുത്ത് പാളയത്തിന്, കൂടാരം എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുപോയി. എവിടെ അടിച്ചു? ദൂരത്ത്. എന്നാ ഈ ദൂരത്തടിക്കാൻ കാരണം? ഇതിലൊറ്റ ഒരുത്തന്നെ യഹോവയുടെ നിയമപ്പെട്ടകത്തോട് അടുത്ത് വരാൻ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, അതുകൊണ്ട് ദൂരത്തടിച്ചു. അടുത്തത് അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. അടുത്തത് പെട്ടെന്ന് വായിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ആ വാക്യം കണ്ടോ? യഹോവയെ. അപ്പൊ യഹോവയെ അന്വേഷിക്കുന്നവരും ഉണ്ട്, അന്വേഷിക്കാത്തവരും ഉണ്ട്. അന്വേഷിക്കുന്നവൻ ഉപവാസത്തിനും വരും, സഭായോഗത്തിനും വരും, എല്ലാ യോഗത്തിനും വരും, സമയം കണ്ടെത്തി വരും. അന്വേഷിക്കാത്തവൻ ഞായറാഴ്ച മാത്രം വന്ന് മടങ്ങിപ്പോവും. അപ്പൊ യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും പുറപ്പെട്ട്, പാളയം എന്ന് വെച്ചാൽ അവനവൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി എങ്ങോട്ട് വരും? സമാഗമന കൂടാരത്തിലേക്ക് വിടും. അടുത്ത പദം. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ട് യഹോവയെ അന്വേഷിക്കുന്ന സകലരും ആരെ നോക്കിക്കൊണ്ടിരുന്നു? അടുത്ത പദം. കടക്കുമ്പോൾ മേഘസ്തംഭം, അതായത് ദൈവത്തിന്റെ തേജസ് മേഘസ്തംഭമായി എവിടെ ഇറങ്ങുക? സമാഗമന കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി. അടുത്തത് കൂടാരവാതുക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്യുന്നു. കണ്ടു, എഴുന്നേറ്റു. ഈ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് ജനമെല്ലാം എഴുന്നേറ്റ് കൂടാരവാതുക്കൽ നിന്നുകൊണ്ട് ആരെ നമസ്കരിച്ചു? യഹോവയുടെ തേജസ്സിനെ അവർ നമസ്കരിച്ചു. അതായത് തേജസ്സിൽ യഹോവ ഇറങ്ങി വന്ന് നിൽക്കുക, അവനെ കണ്ടെല്ലാവരും നമസ്കരിച്ചു. അടുത്തത് ഓരോരുത്തൻ യഹോവ മോശയോട് സംസാരിച്ചു. അടുത്ത പദം പെട്ടെന്ന് വരും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ച്, മോശയോട് ഇപ്പോൾ തേജസ്സിൽ ആര് സംസാരിക്കുക? യഹോവ സംസാരിക്കുക. സംസാരം കഴിഞ്ഞ ഉടനെ അവൻ പാളയത്തിലേക്ക്, എന്ന് വെച്ചാൽ പാളയത്തിൽ തന്റെ കൂടാരത്തിലേക്ക് ആര് വരിക? മോശ മടങ്ങി വരിക. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ മകൻ യോശുവ എന്ന ബാല്യക്കാരൻ കൂടാരത്തെ വിട്ടുപിരിയാതെ എവിടെയിരുന്നു? സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ ആലയത്തോട് ചേർന്നിരുന്നവൻ ആര്? ദൈവം വലിയവനാക്കുന്ന ആരെയാ? ശ്രദ്ധിച്ചേ, മോശ പോലും അവൻ ദൈവ തേജസ് കണ്ടിട്ട് മടങ്ങി കൂടാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ യോശുവ ആ തേജസ്സിനകത്ത് തന്നെ ഇരിക്കുക. ഇന്ന് രാത്രിക്കാല് സീനിയറായവർ മടങ്ങി പോകുമ്പോൾ ആമേ, നിനക്ക് വലിയ പാകുതയും പാരമ്പര്യവും പറയാനില്ലെങ്കിൽ ഇന്ന് രാത്രിക്കാല് ദൈവ തേജസ്സിനോട് അടുത്തു വസിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കുഞ്ഞ്, നിന്നെ ദൈവം വലിയവനാക്കുന്നത്. കണ്ടോ? ഇന്ന് രാത്രി 8:30 യോഗ ആശീർവാദം പറയുമ്പോൾ
നമ്മളെല്ലാവരും 8:25 പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കും. 8:25 തയ്യാറെപ്പൊക്കെ എടുക്കും. 8:30 കൃത്യമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോയിരിക്കും. ഇവിടെ 10 മണി വരെ നിൽക്കുന്നവരാരുമില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവതേജസ് വന്നു, ദൈവം സംസാരിച്ചു. ഉടനെ തന്നെ ആമേൻ സ്തോത്രം, മോശയും എങ്ങോട്ട് പോന്നു? ആമേൻ ജനമെല്ലാം അവരവരുടെ വീട്ടിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. ഉറക്കെ പറ, ഇന്ന് രാത്രിക്കാലം ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നീ ചെലവഴിപ്പാൻ 2016 തയ്യാറാകുന്നെങ്കിൽ ആമേൻ നിന്നെ ദൈവം വലിയവനാക്ക്. അത് നിന്റെ ക്വാളിറ്റി കണ്ടിട്ടല്ല. ആമേൻ ദൈവ തേജസ് വിട്ടുപിരിയാതെ ആലയത്തോട് ചേർന്ന് വസിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും പോരാടി പൊരുതാൻ നീ തയ്യാറായാൽ കുഞ്ഞെ ദൈവം നിന്നെയാ വലിയവനാക്കാൻ പോകുന്നത്. അപ്പം ദൈവം വലിയവനാക്കുന്ന ആരെയാ? ഒന്ന്, 2016 എന്തോ വിട്ട് പിരിയരുത്. ദൈവ സാന്നിധ്യം വിട്ട് പിരിയരുത്. നിങ്ങൾ കണ്ടോ, മോശ പോലും എങ്ങോട്ട് മടങ്ങിപ്പോന്നു? ഉറക്കെ പറ, പാളയത്തിലേക്ക്, വീട്ടിലേക്ക് എന്ത് ചെയ്തു? പോന്നു. അന്നേരം യോശുവ എവിടെ ഇരിക്കുക? കണ്ടോ, ആ വാക്ക് കണ്ടോ? യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ട്. ആമേ, എന്താ യോശുവ അറിയാ, എനിക്ക് അവൻ്റെ മനോഹരത്വം കാണണം. ആമേ, അവൻ്റെ തേജസ്സിനകത്ത് ഒന്നുകൂടെ ഇരിക്കണം. ആ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാ. ആമേൻ, ഇവിടെ ഇരിക്കുന്നോറും എൻ്റെ ആത്മാവിൽ ആമേ പുതിയ 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 ബലം വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥനാ മുറിയിൽ ആമേ ഉപവാസത്തിൽ ആരാധനയിൽ ആമേ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ ഈ രാത്രിക്കാലം നീ തയ്യാറെടുക്കുന്നെങ്കിൽ കുഞ്ഞെ ദൈവം നിന്നെ വലിയവനാക്ക്. ആമേ, ഏതെല്ലാം മേഖലയിൽ, സമസ്ത മേഖലയിലും എവിടെ വെച്ച് വലിയവനാക്കും? സകല ഇസ്രായേലും കാങ്ക് എന്ന് വെച്ചാൽ 35 ലക്ഷം പേരെ കഴിഞ്ഞും വലിയവനാക്കി ഞാൻ നിന്നെ മാനിച്ചു പുറത്തെടുക്കുമെന്ന് യോശുവയോട് ദൂത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? 35 ലക്ഷവും പുറകോട്ട് തിരിഞ്ഞു പോന്നാല് ആമേൻ നീ എന്റെ സാന്നിധ്യം വിട്ടുപിരിയാതെ അതിനകത്തിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ വലുതാക്കും. അങ്ങനെയെങ്കിൽ 2016 മറ്റുള്ളവരോട് തുലനം ചെയ്തതിന്റെ ആത്മീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയി കുഴയ്ക്കരുത്. മനസ്സിലായോ? നീ ഇരിക്കേണ്ടിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. നീ പ്രാർത്ഥിക്കേണ്ടിടത്ത് പ്രാർത്ഥിക്കണം. നീ ഉപവസിക്കേണ്ടിടത്ത് ഉപവസിക്കണം. ആലയം വിട്ട് പിരിയാതിരിക്കുക. അപ്പോൾ ഒന്ന്, ദൈവത്തോട് കൂടെ നടന്നവനാര്? ഉറക്കെ പറ, യോശുവ. ദൈവ സാന്നിധ്യം അനുഭവിച്ചു എന്ന് വെച്ചാൽ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആമേൻ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പാപം ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ എന്ത് ചെയ്യുന്നേ വരുന്നത്, അല്ലേ? ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആമേൻ ഒക്കെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അരുതാത്ത ചിന്തകളോ ആകാത്ത പ്രവർത്തികളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യല വരത്തില്ല. കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവാത്മാവാ. ആമേൻ. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ ഒരു ഇറിറ്റേഷൻ ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്? പറ. ആമേൻ. പാളയത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ചിന്ത ഞാൻ പറയാം. യോശുവയോട് മുമ്പേ പറഞ്ഞ 4 ശക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ? ആമേ സ്തോത്രം. അപ്പന്മാർ കാണിച്ച ആമേ ആ ടെൻഡൻസി ആരിലേക്ക് വരിക? ഉറക്കെ പറ. യോശുവയോട് ചോദിച്ചാൽ യോശുവ പറയും, ഈ ആലയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ദുർസ്വഭാവം എൻ്റെ മേൽ വരത്തില്ല. ഇന്ന് രാത്രിക്കാലം ആമേ ദുഷ്ടചിന്തകൾ, മരുതാത്ത പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ വരാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ ആലയത്തോട് ചേർന്ന് വസിക്കുന്നത് കൊണ്ട്, നീ ആലയത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട്, നീ ദൈവമഹത്വം അനുഭവിക്കുന്നത് കൊണ്ട് അരുതാത്തതൊന്നും നിന്നെ കേറാത്തെ. അല്ലേ പണ്ടേ ഇതെല്ലാം എന്ത് ചെയ്തേനെ? ഉറക്കപ്പറ. കയറിയേനെ? കയറത്തില്ലേ? എൻ്റെ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. അപ്പോൾ 2016 ദൈവം നിന്നെ വലുതാക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയിലിരിക്കുക. ഹല്ലേലൂയ. ഉപവസിപ്പാൻ ത്രാണിയുള്ളപ്പോൾ ഉപവസിക്കുക, കരയാൻ കണ്ണുനീരുള്ളപ്പോൾ കരയുക, ദൈവത്തോട് ചേർന്ന് വസിക്കുക. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? നീ അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴാ സ്വർഗം നിന്നെ നോക്കി പറയുന്നത്, ഞാൻ നിന്നെ വലിയവനാക്കാൻ ചേർന്ന് പറ തുടങ്ങും.
ആമേൻ. ഇന്ന് രാത്രി മുതൽ നിന്നെ വലിയവനാക്കാൻ തമ്പുരാൻ തുടങ്ങുക. എന്തെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനവും പ്രതിഷ്ഠയും വരുമ്പോൾ തമ്പുരാൻ നിന്നെ വലുതാക്കാൻ തുടങ്ങും. എത്ര പേരത് വിശ്വസിക്കുന്നു? അവരിന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തത്, ദൈവ സാന്നിധ്യം വിട്ടെന്ത് ചെയ്തില്ല, പിരിഞ്ഞില്ല. ഇനി രണ്ടാമത്തത്, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തില അവിടെ ഇങ്ങനെ വായിക്കുന്നത്, മോശ പർവ്വതത്തിലേക്ക്, എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല, സമയമില്ല, സ്തോത്രം പറഞ്ഞു പൊക്കോളാം. 24-ാം അധ്യായം സ്തോത്രം 12 മുതലൊക്കെ വായിച്ചു വരുമ്പോഴത്തേന് കാണുവാൻ കഴിയുന്നത്, മോശ ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോറേബിലേക്ക് എന്ത് ചെയ്യുക, കയറി ചെല്ലുക. ഹോറേബിലേക്ക് കയറി ചെല്ലുമ്പോൾ മോശയുടെ കൂടെ ആരും കൂടെ ഉണ്ട്? തൻ്റെ ബാല്യക്കാരനാകുന്ന യോശുവയുമുണ്ട്. ശ്രദ്ധിച്ചോണം, ഇവരിങ്ങനെ കയറി പോകുമ്പം ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേന് യോശുവയോട് മോശ പറഞ്ഞു, കുഞ്ഞെ നീ ഇവിടെ ഇരിക്കണം, ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, മടങ്ങി വരാം. യോശുവ അവിടെ ഇരുത്തിയിട്ട് മോശ കയറിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞ ആര് വരുന്നത്? മോശ വരുന്നത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ മോശ വരുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ എന്ത് ചെയ്തേനെ? നമ്മളെ തിരുവനന്തപുരത്താക്കിയ മോശ വരുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് കാസർഗോഡായിരിക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയില്ലെന്ന്. പക്ഷെ യോശുവയെ നോക്കി ഇരുത്തിയിടത്ത് എന്ത് ചെയ്തു? ഇരുന്നു. മനസ്സിലായോ? ഒരു ഭാഗത്തേക്കും പുള്ളി എന്ത് ചെയ്തില്ല, മാറിപ്പോയില്ല. രണ്ടാമത്തെ ദൂത്, ദൈവം നിന്നെ വലിയവനാക്കും, നീ വിശ്വസ്തനായിരിക്കണം. ആരിൽ? ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, സഹവിശ്വാസിയോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, സമസ്ത മേഖലയിലും നീ ആരായിരിക്കണം? ഉറക്കപ്പറ, വിശ്വസ്തൻ. അങ്ങനെ വിശ്വസ്തനായിരിക്കുന്നവനെ ദൈവം വലുതാക്കുന്നേ. മനസ്സിലായോ? അപ്പൊ ദൈവം വലുതാക്കണമെങ്കിൽ ആരാകണം? ഉറക്കപ്പറ. നമ്മൾ ഈ സ്നാനപ്പെടുത്തിയിട്ട് ഒരു പദം പറയാറുണ്ട്, എന്തുവാ? മരണ. ആ കേൾക്കുമ്പോഴേ വിശ്വസ്തത പോകുമെന്നാണ് എനിക്ക് തോന്നി. കാരണം ഇത് കഴിഞ്ഞിറങ്ങി വരുമ്പോഴേ അവിശ്വസ്തതയാണ് എന്ത് ചെയ്യുന്നേ, കാണിക്കുന്നത്. പിന്നെ നമ്മൾ പാടാറുണ്ട്, ജീവിതത്തിൽ പല വീഴ്ചകൾ, സ്നാനപ്പെട്ടവൻ പിന്നെ പാടുന്നത് പല വീഴ്ചകൾ. ഓ, വിശ്വസ്തതയില്ല, അതുകൊണ്ട് ദൈവം ആരെയും വലുതാക്കുന്നുമില്ല. പിന്നെ സ്വയം അങ്ങ് ആരാകുക, റവയും ഡോക്ടറും ഒക്കെ. ആമേൻ. സ്വയം നീ ഉയരുന്നതിനനുസരിച്ച് കുഞ്ഞെ നീ താണുകൊണ്ടിരിക്കുക. എൻ്റെ അധപ്പതനം തുടങ്ങി. അപ്പൊ ദൈവം നിന്നെ വലുതാക്കണമെങ്കിൽ ഒന്ന് നീ വിശ്വസ്തനായിരിക്കണം. എവിടെയൊക്കെ വിശ്വസ്തത? ഒന്ന് കുടുംബത്തിൽ വിശ്വസ്തത, സഭയിൽ വിശ്വസ്തത, കുടുംബജീവിതത്തിൽ വിശ്വസ്തത, കുഞ്ഞുങ്ങളോട് വിശ്വസ്തത, ആരാധനയിൽ വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത, പണമിടപാടുകളിൽ വിശ്വസ്തത, സമസ്ത മേഖലയിലും. ദൈവം നിന്നെ ഏതെല്ലാം പരിതസ്ഥിതിയാക്കി വെക്കുന്നു അവിടെയെല്ലാം നീ ആരായിരിക്കണം? അങ്ങനെയുള്ളവനെ നോക്കി സ്വർഗം പറയും, നിന്നെ ഞാൻ വലിയവനാക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, യോശുവ സമസ്ത മേഖലയിലും ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. സമസ്ത മേഖലയിലും തന്നെ എവിടെയെല്ലാം ആക്കി വെച്ചോ അവിടെയെല്ലാം താൻ വിശ്വസ്തൻ. മോശ പോയിട്ട് വരുമ്പോഴും പുള്ളിക്കാരൻ എവിടെ ഇരിപ്പുണ്ട്? ഇരുത്തിയിടത്ത് ഇരിപ്പുണ്ട്. ഇനി ഒരു 2-3 ക്വാളിറ്റിയും കൂടെ ഓടിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം പോയല്ലോ. ഇസ്രായേൽ മക്കളും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ 17-ാം അധ്യായത്തിൽ വലിയൊരു യുദ്ധം അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. വാസ്തവത്തിൽ ഇസ്രായേൽ യുദ്ധം എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവരിതുവരെ യുദ്ധം എന്ത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. ആകപ്പാടെ യുദ്ധത്തെ പറ്റി എന്തെങ്കിലും തന്ത്രവും പരിപാടിയുമൊക്കെ അറിയാവുന്ന ഒരാൾ ആരേ ഉള്ളൂ ഇവരുടെ കൂടെ? മോശ. കാരണം മോശ മിസ്രയീമിലെ സകല ജ്ഞാനവും വിദ്യയും എന്ത് ചെയ്തു, അഭ്യസിച്ചു. അപ്പൊ നല്ല അഭ്യാസി ആര്? മോശ. മോശ നല്ല അഭ്യാസിയാ. പക്ഷെ മോശ യുദ്ധം ചെയ്യാൻ പോയോ?
ഇല്ല. ഇസ്രായേൽ ഇന്നുവരെ എന്തോ കണ്ടിട്ടില്ല? യുദ്ധം കണ്ടിട്ടില്ല. യുദ്ധമറിയാത്ത, യുദ്ധം കണ്ടിട്ടില്ലാത്ത ഈ ജനതയെ നെടുനായകത്വം വഹിച്ച് യുദ്ധം ചെയ്യുവാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആരാ? ഒരു കൊച്ചു ബാല്യക്കാരൻ. പേരെന്തുവാ? ഉറക്കപ്പറ. യോശുവ. സ്തോത്രം. മോശപർവ്വതത്തിൽ കരമുയർത്തി നിൽക്കുക. താഴ്വരയിൽ ആര് യുദ്ധം ചെയ്യുക? ഉറക്കപ്പറ. യുദ്ധം അറിയാവുന്നവനാണോ യുദ്ധം ചെയ്യുന്നേ? അണ്ട മിണ്ടുന്നില്ലല്ലോ. യുദ്ധം കണ്ടിട്ടില്ല, യുദ്ധം അറിയത്തില്ല, യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ ധൈര്യമുള്ളവനായിരുന്നു. 1 ആലയം വിട്ടുപിരിയാത്തവൻ, 2 വിശ്വസ്തൻ, 3 ധൈര്യമുള്ളവൻ. തമ്പുരാൻ പറയാം, നിന്നെ ഞാൻ വലിയവനാക്കും. ആരെ? ഉറക്കപ്പറ. ധൈര്യം ഉള്ളവനെ. സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്നവനെയാ ദൈവം 2016 വലുതാക്കുന്നത്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? വളരെ ശാന്തമായിട്ട് പറഞ്ഞു പോകും. നിങ്ങളുടെ അകത്തളത്ത് ഈ ദൂതൊന്ന് കത്തണം. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ആമേൻ. നമുക്കൊരു ധൈര്യമുണ്ടായിരിക്കണം. ധൈര്യത്തിൻ്റെ ആത്മാവാണ് നാം പ്രാപിച്ചേക്കുന്നത്, അല്ലേ? ആണോ? ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചേക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, യുദ്ധം എന്താ? ആമേൻ. നമ്മുടെ യുദ്ധം അക്ഷരീയ യുദ്ധമല്ല, നമ്മുടെ യുദ്ധം ആത്മീയ യുദ്ധമാ. ഏത് യുദ്ധം? കർത്താവായ യേശുവിന് വേണ്ടി തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ പടപൊരുതുവാൻ കർത്താവ് കണ്ട പടയാളികളാ ഞാനും നിങ്ങളും. എത്ര പേര് ആമേൻ പറയുന്നു? ഈ പോർക്കളത്തിൽ നിൽക്കാൻ പ്രത്യേകിച്ച് പരിശീലനമൊന്നും വേണ്ട. ആമേൻ. ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്തനായി അകത്തൊരു ധൈര്യം മതി. നീ ഒരു പടയാളി ആയി കഴിഞ്ഞു. നമ്മൾ പറയും നമുക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെ യുദ്ധം എന്താ? ആത്മാക്കളെ നേടുക, ജാതീയ ശക്തിയോട് പടപൊരുതുക. ഇന്ന് രാത്രി നിനക്ക് അറിയത്തില്ലേലും, ആമേൻ, സുവിശേഷം പറയാൻ അറിയത്തില്ലേലും, അതിനുള്ള പ്രാവണ്യത്തോ പ്രാഗൽഭ്യമോ നിനക്കില്ലേലും, അതിനുള്ള വിദ്യാഭ്യാസം നിനക്കില്ലേലും, നിനക്കിങ്ങനെ പറയാലോ, യേശു എന്നെ രക്ഷിച്ചെന്ന്. ആമേൻ. യേശു ആ ഏക രക്ഷകനെന്ന് നിനക്ക് പറയാൻ കഴിയല്ലേ? ആമേ. കാൽവറിയുടെ മലമടക്കിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് എൻ്റെ സകല പാപക്കറകളും കഴുകി അവൻ്റെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം തന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് നിന്റെ അയൽവാസിയോട് പറയാൻ അവൻ നിനക്ക് പ്രത്യേകിച്ച് അഭ്യാസമൊന്നും വേണ്ട. അതിന് പ്രത്യേകം തിയോളജി ഒന്നും പഠിക്കണമെന്ന് ഇല്ല. അതാ ഞാൻ പറഞ്ഞേ, യുദ്ധം അറിയാതിരിക്കെ യുദ്ധം ചെയ്തവൻ എന്ന് വെച്ചാ, ചിലർ പറയും സുവിശേഷം പറയാൻ അറിയത്തില്ല. പറയാൻ അറിയാമെങ്കിൽ നീ ആയിസി പറയത്തുമില്ല. സ്തോത്രം. ഇതൊന്നും ആരും പഠിച്ചോണ്ടല്ലെന്നേ പറയുന്നത്. അമ്മേ, നീ ചെന്ന് നിൽക്കാ സമയം നിന്റെ നാവിൽ തരേണ്ട ദൂത് ദൈവാത്മാവ് നിനക്ക് നൽകിയിരിക്കും. സുവിശേഷം പറയുന്നവൻ സാത്താന്റെ ആത്മാവ് നിന്നെ കണ്ടിരിക്കുന്നത് സാത്താന്യ രാജ്യത്തോട് പടപൊരുതുവാനുള്ള ഒരു ദൈവകൃപയുടെ അഭിഷേകമായിട്ടാ. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട്, മനുഷ്യരോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോട്, സ്വർലോകങ്ങളിലെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അവയെ കൊണ്ട് ഞങ്ങൾ എന്തോ ഇടിക്കുന്നു. ആമേ. കോട്ടകളെ ഇടിക്കുന്നു. സങ്കല്പങ്ങളും ദൈവ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന സകല വിപരീത ഉപദേശങ്ങളെയും ഇടിച്ചു കളയാനുള്ള ഒരു ദൈവശക്തിയാ ദൈവം ഞങ്ങളുടെ അകത്ത് പകർന്നത്. ഇന്ന് രാത്രി നിന്റെ അകത്തൊരു ധൈര്യമുണ്ടോ? ഈ രാത്രി ധൈര്യത്തിന്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വ്യാപരിക്കട്ടെ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ നീ 2016 ചിലരെ ദൈവത്തിങ്കിലേക്ക് നേരട്ടെ. എന്തോ വേണം? ധൈര്യം ഉണ്ടാകണം. ഇനി ദൈവം വലിയവനാക്കിയതിൻ്റെ 1-2 കാരണം കൂടെ. നിങ്ങൾ കണ്ടോ, ഇസ്രായേൽ മക്കള് വാഗ്ദത്ത കനാൻ ഉറ്റുനോക്കാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഉണ്ടോ? നമുക്കറിയാവുന്ന ഭാഗമാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന ഭാഗമാണ്. ഉറ്റുനോക്കാൻ പോകുമ്പം എത്ര പേരെയാ വിട്ടത്? 12 പേരെ. ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ. 10 ദൈവദാസന്മാർ അല്ലെങ്കിൽ 12 പേര് ഒരുമിച്ച് പോയി. 10 പേര് മടങ്ങി വന്ന് സെൻട്രൽ പാസ്റ്ററോട് റിപ്പോർട്ട് പറയുക. ആരോട്? മോശയോട്. ലീഡറോട് റിപ്പോർട്ട് പറയുക. എന്താ റിപ്പോർട്ട്? ഞങ്ങൾ പോയി, ദേശം ഭയങ്കര മനോഹരമാണ്. ഒരു മുന്തിരിക്കൊലയൊന്നും ഒരുത്തിനും എന്ത് ചെയ്യല, തന്നെ എടുക്കാനൊന്നും പറ്റുകയില്ല. വലുതാ. സ്തോത്രം. വിശേഷമുള്ള ദേശമാണ്.
ഞങ്ങളിതെല്ലാം കണ്ടു, ഭൗതികമൊക്കെ കണ്ടു. അവിടുത്തെ ഭൗതികമൊക്കെ എന്ത് ചെയ്തു? വർണ്ണിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ആരെയും കൂടെ കണ്ടു, അനാക്യമല്ലന്മാരെ കണ്ടു. ആരെ കണ്ടു? ഈ അനാക്യനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളെ തന്നെ എന്ത് ചെയ്തു? ഒന്ന് നോക്കി. അന്നേരം ഞങ്ങളെ തന്നെ നോക്കിയപ്പോഴത്തേന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ആരെ പോലെ ഇരിക്കുന്നു? വെട്ടുക്കിളിയെപ്പോലെ. അതിന് ഊന്നൽ തരുന്ന, തെളിവ് തരുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ആവർത്തന പുസ്തകം 3:11 18 10 ആ ഭാഗത്ത് എവിടെയോ കിടപ്പുണ്ട്, ഒരു വാക്യമുണ്ട്. ബാശാൻ രാജാവായ ഓഗ് മാത്രം മല്ലന്മാരിൽ ശേഷിച്ചിരുന്നു. എത്രാമത്തെ വാക്യമാ? 11ാമത്തെ വാക്യം. ബാശാൻ രാജാവായ ഓഗ് മാത്രം മല്ലന്മാരിൽ ശേഷിച്ചിരുന്നു. അവൻ്റെ ഇരുമ്പ് കൊണ്ടുള്ള അവൻ്റെ മഞ്ചമെന്ന് പറഞ്ഞാൽ അവൻ്റെ കിടക്ക അമ്മോന്യ നഗരമായ രബ്ബയിലുണ്ടല്ലോ. അതിന് പുരുഷന്റെ കൈക്ക് 9 മുഴം എന്ന് വെച്ചാൽ ഈ അനാക്യന്റെ കൈ കളന്നാൽ ഏതാണ്ട് 10-18 അടി നീളം ഈ കട്ടിലിന് വരും. നമ്മൾ കിടക്കുന്ന എത്ര അടി നീളമുള്ള കട്ടിലല്ല. അപ്പൊ ഇവര് പറഞ്ഞത് ശരിയാ. ഞങ്ങളെ കഴിഞ്ഞ് 3 ഇരട്ടി വലിപ്പമുള്ളവന്റെ മുമ്പിലാ ഞങ്ങൾ പോയെന്ത് ചെയ്യുന്നേ നിൽക്കുന്നത്. ഇതേ 10 പേരും പറഞ്ഞു, അവന്മാരെ ഞങ്ങളെ കൂടെ നോക്കിയപ്പോ ഇത് നമുക്ക് എന്ത് ചെയ്യല? ഉറക്കപ്പറ കിട്ടത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഉടനെ കാലേബും യോശുവയും പറഞ്ഞൊരു പദമുണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ആരുണ്ടെങ്കിൽ? ദൈവം ഉണ്ടെങ്കിൽ. അതിൻ്റെ അർത്ഥം പോയ 10 പേര് കണ്ടത് അനാക്യനെയാണ്. എന്നാൽ യോശുവ കണ്ടത് അനാക്യനെയല്ല, അനാക്യന്റെ മേളിലിരിക്കുന്ന സർവശക്തനായ ദൈവത്തെയാ. അതിന്റെ അർത്ഥം അനാക്യന്റെ പൊക്കവും അനാക്യന്റെ വണ്ണവും അനാക്യന്റെ ശരീരപ്രകൃതിയും കണ്ട് 10 ഭയപ്പെട്ടപ്പോൾ 2 പേര് പറയാ, ഞങ്ങൾ അനാക്യനെയല്ല കണ്ടത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ കണ്ടു. എന്താ നിങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകത? ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലിരുന്നു, അവന്റെ പാദം 2 ഭൂമിയിലേക്ക് ഇട്ടു. സ്വർഗം അവന്റെ സിംഹാസന, ഭൂമി അവന്റെ പാദവീട്. അത്രയും വലിയൊരു ദൈവം എന്റെ കൂടെ ഉള്ളപ്പോൾ ഈ 18 അടി വരുന്ന ഈ അനാക്യനെ ഞാൻ ഭയപ്പെടത്തില്ല. എത്ര പേർ ചേർന്ന് ദൈവത്തെ ആരാധിക്കുക? ഇന്ന് രാത്രി നിന്റെ അകത്തൊരു വിശ്വാസം കത്തട്ടെ. ലോകത്തിലുള്ള സകല അന്യ ദൈവങ്ങളോ ഒരുപോലെ നിനക്കെതിരെ എരച്ചു കയറി വന്നാലോ നീ ആത്മാവിൽ വിളിച്ചു പറയണ, ഞാൻ സേവിക്കുന്ന ദൈവ, ഞാൻ ആരാധിക്കുന്ന ദൈവ ഈ ദേവന്മാർക്ക് മീതെ അത്യുന്നതനാണ്. ഞാൻ സേവിക്കുന്ന ദൈവ സർവശക്തൻ. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിക്കാലം ഇരുകരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചെന്ന് പറ, ഞാൻ സേവിക്കുന്നവൻ സാധാരണക്കാരനല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോകത്തുള്ള 33 കോടി ഗണങ്ങളും നിനക്കെതിരെ കയറി വന്നാലും ഹല്ലേലൂയ നീ ഭാരപ്പെടണ്ട. ആമേൻ. സ്തോത്രം. അസുരഗണങ്ങൾ വന്നാൽ നീ ഭാരപ്പെടണ്ട. ആമേൻ. ബലികുണ്ട ദേവതകൾ വന്നാൽ നീ ഭാരപ്പെടണ്ട. മന്ത്രമൂർത്തികൾ കയറി വന്നാൽ നീ ഭാരപ്പെടണ്ട. കാരണം അവരെക്കാൾ വലിയവ ബലവാനായവ നിന്നോടൊപ്പം ഉണ്ട്. നെബൂഖദ്നേസർ ഉയർത്തി നിർത്തിയിരിക്കുന്ന ബിംബത്തെ കണ്ട് 3 എണ്ണം പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഇതിലും വലിയവനാ. ഈ തീച്ചൂളയ്ക്കകത്തിറങ്ങ്, അവ ശക്തനാ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തെ സ്വർഗം അളക്കുകയാ. വിശ്വാസമുണ്ടോ? ദൈവം നിന്നെ വലുതാക്കാൻ പോകുകയാ. എവിടെ വലുതാക്ക്? കിട്ടത്തില്ലെന്ന് പറഞ്ഞ 10 സ്തോത്ര 10 പേരുടെ നടുവിൽ ഇസ്രായേലിന്റെ സകലരുടെ നടുവിൽ നിനക്കത് തരുമെന്ന് നിന്നെ അതിനകത്ത് പാർപ്പിക്കുമെന്ന്, നിന്നെ അവിടെ കൊണ്ടുപോകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കാതിൽ മുഴങ്ങാൻ പോകുകയാ. നിന്നെ ദൈവം വലുതാക്കും. അവിശ്വാസം പ്രചരിപ്പിച്ച ഒറ്റ ഒരുത്തൻ എവിടെ കയറുകയല്ല? വാഗ്ദത്ത കനാനിൽ കയറുകയല്ല. എന്നാൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിയവനാ വാഗ്ദത്തത്തിൽ കയറുന്നത്.
ആമേൻ. ദൈവം നിന്നെ വലുതാക്കണമെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നീ നടത്തണം. നീ വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്നവൻ സാധാരണക്കാരനല്ല, അസാധാരണമായ ദൈവമാണ്. അവൻ ഉന്നതനാണ്, അവൻ ദേവന്മാർക്കും മീതെ അത്യുന്നതൻ. ആമേൻ. സകല ദേവന്മാർക്കും മീതെ അത്യുന്നതൻ, ഉന്നതന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നു. അവനെയാ ഞാൻ സേവിക്കുന്നത്. അവൻ ആരാണെന്നറിയാമോ? അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ്, മരിച്ചുയർത്തെഴുന്നേറ്റവന്, കല്ലറയെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ സർവശക്തിയുള്ള ദൈവത്തിന്റെ പുത്രനെയാ ഇന്ന് രാത്രി ഞങ്ങൾ സേവിക്കുന്നത്. അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദേശം ഞങ്ങൾക്ക് കിട്ടും. സ്തോത്രം, സ്തോത്രം. സമയം മുമ്പോട്ട് പോയല്ലോ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോവാ. അതിനു മുമ്പേ 1-2 പദം കൂടെ പറയുന്നു. യോശുവ നല്ല വിശ്വാസമുള്ളവൻ അല്ലേ? ആണോ? ഞാൻ 3-4 പറഞ്ഞില്ല. എന്തൊക്കെയാ പറഞ്ഞേ? 1, ദൈവ സാന്നിധ്യം വിട്ട് പോകാത്ത നിൽക്കും. 2, വിശ്വസ്തനായ മനുഷ്യൻ. 3, നല്ല ധൈര്യമുള്ളവൻ, യുദ്ധം അറിയാതിരിക്കെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയവൻ. 4, വിശ്വാസമുള്ളവൻ. 5, ആമേൻ, താൻ പിടിച്ചു വച്ചേക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. ആമേൻ. താൻ പിടിച്ച സത്യത്തിൽ പിന്മാറാത്തവൻ. അതുകൊണ്ടാണ് 24:15 പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചതിനെ എന്ത് ചെയ്യാം? സേവിക്കാം. ഞാനും, ഉറക്കെ പറ, നമ്മളിടയ്ക്ക് പറയാറുള്ള വാക്യവാ, പറഞ്ഞോ നീ. ഞാനും എൻ്റെ കുടുംബവും പോവും, ഞങ്ങളെ യഹോവയെ സേവിക്കും. എന്ന് വെച്ചാൽ ഞാൻ പിടിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാ. അതേ നീ ആണുവേട എന്തെല്ലാം പോരാട്ടം വന്നാലും ഞാൻ എന്ത് ചെയ്യല? ഉറക്കെ പറ, വ്യതിചലിക്കുകയല്ല. തമ്പുരാൻ പറഞ്ഞു, നിന്നെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാ വലുതാക്കാൻ പോകുന്നത്? ഈ 5 ക്വാളിറ്റി നിനക്കുണ്ടോ, ദൈവം നിന്നെ വലുതാക്കും. ഇനി മോശയോട് പറയാത്ത ദൂതും കൂടെ നിന്നോട് പറയും. എന്താ മോശയോട് പറയാത്ത? മോശയോട് പറഞ്ഞ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ യോശുവയുടെ ഒരു പദം പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. പിടികിട്ടിയോ? അതാരോട് പറഞ്ഞിട്ടില്ല? മോശയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അതാരോട് പറഞ്ഞു? യോശുവയോട് പറഞ്ഞു. ഇത് കേട്ടത് കൊണ്ടായിരിക്കാം, ഒരു മനുഷ്യനും നിൽക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുത്തരായിട്ട് വരാതെ 5 രാജാക്കന്മാർ ഒന്നിച്ച് ആർക്കെതിരെ യുദ്ധത്തിന് വന്നു? പറ. യോശുവായ്ക്കെതിരെ യുദ്ധത്തിന് വന്നു. ആമേ. ഒരുത്തൻ നിൽക്കുകയില്ലെന്ന വാഴ്ത്തത്ത് ഇപ്പൊ 5 ഒരുമിച്ച് കയറി വന്നു. 5 തകർക്കാനുള്ള ദൈവശക്തി ദൈവം യോശുവയുടെ മേൽ പകർന്നു. എവിടെ വെച്ച് പകർന്നു? 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞ ദൂത, ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. എവിടെ വെച്ചാ പറഞ്ഞത്? യോർദാനിൽ വെച്ചാ. യോർദാൻ ഒരു പ്രശ്നത്തിന്റെ സ്ഥലമാ, യോർദാൻ ഒരു പ്രതികൂലത്തിന്റെ സ്ഥലമാ. ഈ വർഷം ആരംഭിച്ചത് ഒരു പ്രതികൂലത്തിലാണെങ്കിൽ അതിന്റെ മധ്യേ വെച്ച പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, ഞാൻ നിന്നെ വലുതാക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെയോ വലുതാക്കിയത് യോർദാന്റെ കടവിൽ വെച്ചാ. 30 വർഷമായി ഒരമ്മയുടെ നെഞ്ചുനീർ നടന്ന ഒരു വിഷയത്തിന് യോർദാന്റെ കടവില ഉത്തരം പറഞ്ഞത്. ആമേ. മറിയയുടെ മകൻ, യോസേപ്പിന്റെ മകൻ എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിച്ച ആമേ ആക്ഷേപ വാക്കുകൾ പറഞ്ഞ സകല ആളുകളും കേൾക്കെ, സ്വർഗമൊരിക്കൽ യോർദാന്റെ കടവിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയുടെ ആഴങ്ങളുടെ നടുവില ദൈവം നിന്നെ വലുതാക്കുന്നത്. ഈ വർഷം ആരംഭിച്ചത് പ്രതിസന്ധി ാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ വലുതാക്കാനുള്ള സമയമായി. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും 2 കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ചത് പറ, ദൈവം എന്നെ വലുതാക്കാൻ പോകുകയാ. ദൈവം നിന്നെ വലുതാക്കി കഴിയുമ്പോൾ നീ വിളിച്ചു പറയ, സൂര്യ നീ ഗിബയോനില്, ചന്ദ്ര നീ അയ്യാലം താഴ്വരയിൽ നിൽക്ക. ഇന്ന് രാത്രി ചിലതിനെ നിശ്ചലമാക്കാനുള്ള ദൈവകൃപ നിന്റെ മേൽ പകരാൻ പോകുകയാ. സകലരും കാങ്ക്, തിരുവനന്തപുരത്തുള്ള സകലരും കാങ്ക്, സകല യഹൂദന്മാരും കാങ്ക്, സകല ഇസ്രായേലരും കാങ്ക്, സകല പെന്തിക്കോസുകാരും കാങ്ക്. 5 ക്വാളിറ്റിയുള്ള നിന്നെ ദൈവം വലുതാക്ക്. ഇന്ന് രാത്രി ഈ പറയപ്പെട്ട ക്വാളിറ്റിക്കകത്ത് നീ എപ്പോൾ എത്തുന്നു? പാരമ്പര്യങ്ങളെ എപ്പോൾ വിടുന്നു? പാരമ്പര്യത്തെ മുറുകെ പിടിക്കാതെ ഇന്ന് രാത്രിക്കാലം യോശുവയെ പോലെ ഒരു തീരുമാനത്തിൽ എത്തുന്നു. ദൈവം നിന്നെ വലുതാക്കും.
യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവരെ വലുതാക്കട്ടെ. അവരുടെ നിലവാരങ്ങൾക്ക് മാറ്റം വരട്ടെ. ഒരു ആത്മ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഇന്ന് രാത്രികാലം ഈ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് അല്പനിമിഷം ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തിയോടെ ദൈവമക്കളെ ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മനിറവിൽ ആരാധിക്കട്ടെ. ചിലരുടെ മേലൊരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് ഈ രാത്രി പകരുകയാ. ചേർന്ന് ഇരു കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിച്ചിട്ട് പറ, ഈ രാത്രി ദൈവം ഞങ്ങളെ വലുതാക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ദൈവം വലുതാക്കാൻ പോകുകയാ. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം വലുതാക്കാൻ പോകുകയാ. ഇന്നലകളിൽ നീ ചെറുതായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ വലുതാക്കാൻ പോകുകയാ. കരമടിച്ച് അല്പനിമിഷം കൂടെ ആത്മനിറവിൽ ആരാധിച്ചിട്ട് പറ, കർത്താവേ, നീ ഞങ്ങളെ വലുതാക്കാൻ പോകുന്ന നിന്റെ ദയയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ൂഢമാന ശബ്ദമാന വൈഡമാന ജൂഡമല ഹസ്തമലക്ഷിമലക്ഷികരാധക വൈഡകരകജ രൂഢമലക്ഷ. നിന്നെ വലുതാക്കാതെ നിൽക്കുന്ന ചില പാരമ്പര്യ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഇടിഞ്ഞു മാറുക. പാരമ്പര്യ സ്വഭാവങ്ങൾ ഇന്ന് പകലിൽ ഇടിയുക. ഇന്ന് പകലിൽ നിന്നെ വിട്ട് മാറുക. ഈ രാത്രി നിന്റെ ശരീരം വിട്ട് മാറുക. രൂഢമനാഥക വൈഡകരകജ ജൂഡമലക്ഷിമനാധികരക്ഷ. ഓ, എഫ്രീമിന്റെ സ്വഭാവങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. എഫ്രീമിന്റെ ആലോക്യങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. എഫ്രീമിന്റെ മദ്യപാന ഇന്ന് രാത്രി മാറട്ടെ. ആ സ്വഭാവം ഒന്ന് യോശുവായിൽ ലേശാത്തതുപോലെ ഇന്ന് രാത്രി നിന്റെ മേൽ നിന്ന് മാറട്ടെ. ഉദരമനഘടകസി. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. 4:14 അടുത്ത വാക്യം എങ്ങനെയാ? അന്ന് യഹോവ യോശുവായെ എല്ലാ ഇസ്രായേലിലും മുമ്പാകെ വലിയവൻ ആക്കി. രക്തം ജയം. ഇന്ന് രാത്രി അമ്മ നിന്റെ പുസ്തകത്തിൽ, നിന്റെ ഡയറിയിൽ നീ എഴുതി വെക്കണം, ദൈവം എന്നോട് സംസാരിച്ചു. ഈ വർഷത്തിൻ്റെ അവസാനം തമ്പുരാൻ നിനക്കായി സുമാരോഗ്യം തരുന്നെങ്കിൽ വർഷാവസാനം എഴുന്നേറ്റിട്ട് പറയണം, ദൈവം ഞങ്ങളെ വലിയവരാക്കി. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ദൈവം PMG സഭയെ വലുതാക്കി. ഇതിനകത്തെ കുടുംബങ്ങളെ വലുതാക്കി. ഇതിനകത്തെ പാസ്റ്റേഴ്സിനെ ദൈവം വലുതാക്കി. അവരുടെ ശുശ്രൂഷകളെ ദൈവം വലുതാക്കി. എന്ന ആത്മനിറവിൽ വിളിച്ചു പറയത്തക്കവണ്ണം ദൈവം വൻകാര്യം ചെയ്യാൻ പോകുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ജനത്തെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട ദൂതിൻ പ്രകാരം ദൈവരെ വലിയവരാക്കും. തിരുനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ ദൈവദാസനും സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധാനിരിക്കുന്ന കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. രാവിലെയും ഹല്ലേലൂയ, ഈ രാത്രിയിലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാൻ ദൈവദാസനിലൂടെ കർത്താവ് നമ്മൾ ഇടയാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തെ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവത്തെ പിന്നെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. വാസ്തവത്തിലും പ്രാർത്ഥനയിലും ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇന്ന് കേൾപ്പിച്ച ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ കർത്താവേ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, നമുക്കിത് പിന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് അവർ കാണുകയും നിന്നെ വലിയവനാക്കുവാൻ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, വലിയവനാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ജോഷുവയെക്കുറിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, വലിയവനാക്കുന്ന ഹല്ലേലൂയ വിധങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ ഈ രാത്രികാലം നമുക്ക് കേൾക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കി തീർത്തല്ലോ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ ആയിരിക്കാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമ്മളെ വലിയവനാക്കുന്ന ഒരു ദൈവത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ശക്തിയോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ KM ജോർജ് സാർ പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലും രാത്രിയിലും നിരമാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ കൃപ പകർന്നതിനാലെ സ്തോത്രം ചെയ്യുന്നു. യോശുവയെ ഇന്നു മുതൽ
ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ വലിയവനാക്കുവാൻ തുടങ്ങുമെന്ന് ഹല്ലേലൂയ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഹല്ലേലൂയ നിവർത്തിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. യോശുവ ഹല്ലേലൂയ അവൻ്റെ പിതാക്കന്മാരെ പോലെ കള്ളന്മാരോ മദ്യപാനികളോ പരസംഗക്കാരോ അല്ലായിരുന്നു. അവൻ നല്ലവനായിരുന്നു. അവൻ ഹല്ലേലൂയ ആലയം വിട്ടുപിരിയാതെ ദൈവ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ ഇരിക്കുവാനിടയായി തീർന്നു. യോശുവ ഹല്ലേലൂയ 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 വിശ്വസ്തനായിരുന്നു. ദൈവമാക്കിയ സ്ഥാനത്ത്, അവനെ ഇരുത്തിയ സ്ഥാനത്ത് ആ മോശ വരുന്നതുവരെയും അവൻ വിശ്വസ്തയോടെ അവിടെ ഇരുന്നു. ഹല്ലേലൂയ യോശുവ ധൈര്യമുള്ളവനായിരുന്നു. യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എങ്കിലും അവൻ യുദ്ധവീരനായിരുന്നു. അവൻ ധൈര്യവാനായിരുന്നു. ഹല്ലേലൂയ 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 യോശുവ ഹല്ലേലൂയ 10 പേര് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയി വന്നിട്ട് ദുർവർത്തമാനം പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയം ഇടിച്ചു കളഞ്ഞപ്പോൾ യോശുവയും കാലേബും വിശ്വാസ വീരന്മാരായിരുന്നു. അനാക്യ മല്ലന്മാരുണ്ടെങ്കിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ദേശം പിടിച്ചെടുക്കുവാൻ കഴിയും, അവരെ തോൽപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ വിശ്വാസം പ്രഖ്യാപിച്ച് ദൈവജനത്തെ ധൈര്യപ്പെടുത്തിയവനായിരുന്നു, വിശ്വാസ വീരനായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ യോശുവയുടെ വിശേഷ ഗുണങ്ങളുള്ളവരായി ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കാം. 2016 ദൈവം BMG സഭയെ വലിയതാക്കാൻ പോകുകയാണ്. പാളയം സഭയെ വലിയതാക്കാൻ പോകുകയാണ്. ശുശ്രൂഷകന്മാരെ വലിയവരാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ യൗവനക്കാരെ വലിയവരാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർത്തനാലെ സ്തോത്രം. ദൈവദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ ആത്മീയ വർധന വരുത്തുവാൻ, അനേകരെ വിടിയിച്ചെടുക്കുവാൻ കരങ്ങളിലെ മൂർച്ചയുള്ള ആയുധമായി കരങ്ങളിൽ എടുത്തുകൊള്ളണമേ. മടക്കയാത്രയിൽ കൂടിയിരിക്കണമേ. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർത്തനാലെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധം നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പുലവങ്ങളിലെ വിശന്മാരോടും ഈ ആരാധന സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.